അപ്പോൾ ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ ഫുൾ സീരിയലിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു, അതായത് ഇനി തൊട്ടുള്ള എപ്പിസോഡിനകത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് പപ്പി മോളും നമ്മുടെ കുട്ടി സത്യം കൂടെ ചേർന്നിട്ട് രേഖാചിത്രണം വരയ്ക്കാൻ പോയതാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ലൈമാക്സിൽ നിന്ന് ലീഡ് ചെയ്തായിരിക്കും ഇന്നത്തെ സ്റ്റോറി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്ന് പ്രതീക്ഷിച്ചതുപോലെ തന്നെ എന്താണ് അടിപൊളിയായിട്ട് ഷാലിയുടെ പടം എന്തായാലും വരച്ച് കിട്ടിയ ഒരു എപ്പിസോഡാണ്. പക്ഷേ ഇവിടെ ചന്ദ്രബോസിൻ്റെ കുറേ കളികളൊക്കെ ആയിട്ടുള്ള രീതിയും ചന്ദ്രബോസിന് തിരിച്ചെന്തൊക്കെ കിട്ടും എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ സ്റ്റോറിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും പോലെ തന്നെ സത്യഭാമയുടെ സ്ഥിരം ഡയലോഗ്, അതായത് സത്യഭാമയുടെ വാക്ക് ഒന്നേ ഉള്ളൂ, സത്യഭാമ ഒരു കാര്യം തീരുമാനിച്ചാൽ നടന്നിരിക്കണം, അല്ലെങ്കിൽ സത്യഭാമ മരിച്ചതിന് തുല്യമാണ് എന്ന ആ ഡയലോഗ് സ്ഥിരം വിട്ടുമാറാതെ ഈ സീരിയലിനെ പിന്തുടരുന്ന പോലെ തന്നെ ആ ഡയലോഗുമായിട്ടാണ് ഇന്നത്തെ സീരിയലിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫുൾ റിവ്യൂ നോക്കാം. അപ്പോൾ സീരിയൽ തുടങ്ങുന്നു. സീരിയൽ തുടങ്ങുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ കുട്ടി പപ്പിയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടി സത്യഭാമയും കൂടെ ചേർന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവാണ്. അപ്പോഴും എന്താണ് പപ്പിമോൾ പറയുക, സത്യം ഞാൻ വരുന്നില്ല, എനിക്ക് പോലീസിനെ ഭയങ്കര പേടിയാണ്, ഞാൻ പറഞ്ഞിട്ടേ പോലീസ് നമ്മൾ പേടിക്കാൻ പാടില്ല, പോലീസ് നമ്മളെ സഹായിക്കാനാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് സത്യ ധൈര്യത്തോടു കൂടി തന്നെ എന്താണ് പപ്പീനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നു. അപ്പോൾ അവിടെ നിന്ന് കോൺസ്റ്റബിൾമാർ പറയുന്നു, അയ്യോ ഇത് കളക്ടർ മാഡത്തിൻ്റെ വീട്ടിലെ കുട്ടിയല്ലേ എന്നൊക്കെ പറയുന്നു. അങ്ങനെ എന്താണ് ഓഫീസറിൻ്റെ മുന്നിൽ പോയി, അങ്ങനെ ഓഫീസറിൻ്റെ മുന്നിൽ പോയിട്ട് എന്താണ് ഞങ്ങൾക്കൊരു പടം വരച്ച് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ക്യൂട്ടായിട്ട് അവർ രണ്ടുപേരും ചോദിക്കുക. അങ്ങൾ ഇവിടെ അല്ലേ പടം വരയ്ക്കുന്നതൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും മക്കളെ ഇവിടെ പടം വരയ്ക്കുന്ന സ്ഥലമൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് ഓഫീസറിന് മനസ്സിലായില്ല. കാരണം ഈ കുട്ടികൾക്ക് രേഖാചിത്രം എന്ന വാക്ക് അവർ മറന്നുപോയി. അപ്പോൾ അവരങ്ങനെ കൂടുതൽ ട്രൈ ചെയ്തിട്ടും അതൊന്നും നടക്കുന്നില്ല. അപ്പോഴത്തേക്കും എന്താണ് ഓഫീസർ വിചാരിച്ചത് എന്തോ കളിയാക്കാൻ വേണ്ടിയിട്ടോ പിള്ളേരെന്തോ അവരുടെ എന്തോ പ്രോജക്റ്റോ സംതിങ് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും പിന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഓഫീസറിനങ്ങ് ദേഷ്യം വരും. നിങ്ങളോടല്ലേ പറഞ്ഞത്, കുട്ടികളല്ലേ പാവം പോട്ടെ എന്ന് വെച്ചിട്ട് ക്ഷമിക്കുന്നു പറഞ്ഞിട്ട് ഇത്രയൊക്കെ സൗമ്യയോട് സംസാരിച്ചപ്പം എന്താണ് അങ്ങ് ഇങ്ങ് കയറുവാന്നല്ലോ, ഇവിടെ ഒന്നും പടമൊന്നും വരച്ചിരുന്ന സ്ഥലമൊന്നും അല്ല, നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയതാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ പറയുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടി സത്യം എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പപ്പി മോളെ നോക്കിയിട്ടൊന്ന് കണ്ണടിച്ച് കാണിക്കുക. കണ്ണടിച്ച് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ പപ്പി മോൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത നമ്പർ അങ്ങ് ഇറക്കണം ഓഫീസിനടുത്ത്. അങ്കിളെ ഞാൻ അങ്കിളുടെ മോളെ പോലല്ലേ ഉള്ളൂ, എനിക്കൊന്ന് വരച്ചതാ അങ്കിളെ, പ്ലീസ് പ്ലീസ് പ്ലീസ്. പിന്നെ അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, മക്കളെ ഇത് അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതിനൊക്കെ ഒരു കേസും കാര്യങ്ങളൊക്കെ എടുക്കണം, അല്ലെങ്കിൽ എൻ്റെ തൊപ്പി ധരിക്കുന്ന പരിപാടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അങ്കിളെ അന്ന് ഞാൻ എന്താണ് പപ്പിയെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഞാനല്ലേ ഫോൺ വിളിച്ച് പറഞ്ഞു, അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തിട്ടല്ലേ പപ്പിയെ രക്ഷപ്പെടുത്തിയത്, അപ്പോൾ അതുപോലെ ഇതും എടുത്തോ കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പം പപ്പിയുടെ എന്താണ് ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഹെൽപ്പ് ചെയ്യാം അങ്ങളെന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് ഈ പിള്ളേർ ഒരു രക്ഷയില്ലല്ലോ എന്നുള്ള രീതിക്ക് നോക്കുമ്പം വീണ്ടും എന്താണ് നമ്മുടെ പപ്പി മോൾ എന്താണ് പ്ലീസ് ചെയ്യോ അങ്കിളെ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് ആക്കിയിട്ടും ഒരു രക്ഷയില്ല. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്യുകയാണ്, സത്യം വീണ്ടും കണ്ണടിച്ച് കാണിക്കുവാണ്. അപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ പോയി എന്താണ് അവിടുത്തെ കസേരയിലാണ് ഇത്രയും നേരം രണ്ടുപേരും ഇരുന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ രണ്ടുപേരും കൂടെ ഇറങ്ങി അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ തറയിലങ്ങി ഇരിപ്പായി. തറയിലിരിപ്പായിട്ട് പറയാം, അങ്ങളെ ഞങ്ങളിവിടെ സമാധാനപരമായിട്ട് സമരം ചെയ്യുവാണ്, ഞങ്ങൾക്ക് ഈ പടം വരച്ച് കിട്ടുന്നവരെ ഞങ്ങളിവിടെ നിന്ന് പോത്തുമില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഇന്ന് സമരം ചെയ്യും. ഉടനെ പറയുവാണ്, ഇവിടെ നിന്ന് സമരമൊന്നും ചെയ്യാൻ പറ്റത്തില്ല, തന്നെ ഒരു അടി വെച്ചെന്നാലുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സത്യമോള് പറയുവാണ്, അതൊന്നും പറ്റത്തില്ല അങ്ങളെ, ചൈൽഡ് റൈറ്റ്സ് ഉണ്ട്, അങ്ങനെയൊന്നും കുട്ടികളെ അതും പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനകത്ത് വെച്ചൊന്നും അടിക്കാൻ പറ്റത്തില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇയാൾക്ക് തന്നെ കൺഫ്യൂഷൻ, ഈ കുട്ടി എന്തുവാണ് ഇങ്ങനെ റൈറ്റ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതല്ലോ, കാരണം ഇത്ര ഇൻ്റലിജൻ്റ് ആയിട്ട് ഈ പ്രായത്തിൽ സംസാരിക്കുന്നത് ആ ഓഫീസറിന് തന്നെ ഒരു അത്ഭുതമാണ്. അപ്പോഴത്തേക്കുമാണ് ഈ ജൂനിയർ ഓഫീസർ, അതായത് ഒരു കോൺസ്റ്റബിൾ പോലത്തെ ഒരാൾ കയറി വന്നിട്ട് പറയുന്നുണ്ട്, സാറേ ഇത് ആരാന്ന് മനസ്സിലായി സാറേ, ഇത് നമ്മുടെ കളക്ടർ മാഡത്തിൻ്റെ മോളാണ് ആ ഇരിക്കുന്നതിനകത്ത് ഒരു കൊച്ച് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആണോ, ഇവരൊക്കെ കൂടി എൻ്റെ തലയ്ക്കകത്ത് കയറാൻ എന്തിനാണ് ഈ കയറി വന്നിരിക്കുന്നത്, സാറേ സാറിന് അറിയത്തില്ല ഈ വലിയ വീട്ടിലെ പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ്, നമ്മൾ എന്തൊക്കെ കോപ്രായത്തരത്തിന് വേണ്ടി നിന്ന് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു പാവക്കൂത്തിന് നിന്ന് കൊടുത്തെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കാനില്ലല്ലോ സാറേ. അപ്പം സാർ അവരെന്തോ ചോദിക്കുന്നത് ഞാൻ ചെയ്ത് കൊടുക്കുക. എടോ അവർ ഈ രേഖാചിത്രം വരയ്ക്കാനാണ് വന്നിരിക്കുന്നത്, ആ അങ്കിളെ അത് തന്നെ രേഖാചിത്രം. അപ്പം ഈ രേഖാചിത്രമൊക്കെ വരയ്ക്കുന്നതിൻ്റെ ഉള്ള പുലിവാൽ തനിക്ക് അറിയത്തില്ല, അതിന് കേസൊക്കെ വേണം, ഇതൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് തൊപ്പി എറിയും. സാർ ഇപ്പം ഇത് ചെയ്ത് കൊടുത്തില്ലെങ്കിലും തൊപ്പി തെറിക്കും. കാരണം ഒന്നാമത് കളക്ടർ മാഡത്തിൻ്റെ മോളാണ്, ആ കൊച്ച് പറഞ്ഞല്ലേ റൈറ്റ്സ് എന്നൊക്കെ ഉള്ള രീതിക്ക് അത് ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ചൊക്കെ നല്ല വിവരമുണ്ട്, ആ കൊച്ചൊന്ന് പുറത്തിറങ്ങിയെന്ന് കരഞ്ഞാൽ തന്നെ മതി. ഇനി ഇത് കളക്ടറിൻ്റെ മോളല്ലെങ്കിലും പിള്ളേർ പോലീസ് സ്റ്റേഷനിൽ പുറത്തിറങ്ങിയെന്ന് കരഞ്ഞാൽ തന്നെ ധാരാളം മതി, സാറിൻ്റെ തൊപ്പി അങ്ങനെയും തെറിക്കും. അതുകൂടാതെ ഇപ്പോൾ ആരെങ്കിലും സ്റ്റേഷനിൽ കയറി വന്ന് ഈ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ട് അതൊക്കെ ഇൻ്റർനെറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ സാറ് പിന്നെ തൊലഞ്ഞ് പിന്നെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ
മോളിരിക്കുന്ന കളക്ടർ മാഡത്തിൻ്റെയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര സെൻസിറ്റീവ് കേസായി മാറും. മീഡിയൊക്കെ പിന്നെ അതും പിടിച്ചുകൊണ്ട് നടക്കുന്നു പറയും. എടോ ഞാനിപ്പോൾ എന്തുവാണോ ചെയ്യേണ്ടത്, ഇതിനിപ്പോൾ ഒരു പരിഹാരം എന്തുവാ സാർ, അവർ പറയുന്ന അങ്ങ് ചെയ്തു കൊടുക്കുക സാറേ. ഇപ്പോൾ രേഖാചിത്രമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുമ്പോഴത്തേക്കും താൻ ഏക്കുമോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. സാറേ അതൊക്കെ ഞാൻ ഏറ്റോളാം എന്ന് പറഞ്ഞിട്ട് ആ കോൺസ്റ്റബിൾ പറയും, സാറേ ആ പടം വരയ്ക്കുന്ന ആൾ, അതിപ്പോൾ പടം വരയ്ക്കുന്ന ആളൊക്കെ വേണ്ടേ എന്ന് ഓഫീസർ പറയും. സാറേ അയാൾ തന്നെ അപ്പുറത്ത് മുറി അയാൾ ഇരിപ്പുണ്ട്, നമുക്കിപ്പം വിളിച്ചങ്ങ് പടം വരപ്പിക്കാമെന്ന്. അപ്പോഴത്തേക്ക് ആ ഒരു അപ്പൂപ്പൻ, അതൊരു അപ്പൂപ്പനാണ്, ഒരു എന്താണ് ഇച്ചിരി പ്രായമുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും അയാൾ വരുമ്പോഴത്തേക്കും പുറത്തെന്താണ് ഈ കോൺസ്റ്റബിൾ നേരെ ശാലിനി ഡ്രൈവറിനെ വിളിച്ച് ഈ കാര്യം അറിയിപ്പിക്കണം. അതായത് കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം, ഇങ്ങനത്തെ ഒരു രേഖാചിത്രത്തിൻ്റെ കാര്യം പറഞ്ഞ് വന്നു എന്നുള്ള കാര്യം ഡ്രൈവറിനെ അറിയിപ്പിക്കണം. ഡ്രൈവർ പറഞ്ഞ് ഞാൻ എന്താ നോക്കട്ടെ എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ആ രേഖാചിത്രം വരയ്ക്കുന്ന ആളും കൂടെ അവിടെ അകത്ത് വന്നു കഴിഞ്ഞു. ഈ രേഖാചിത്രം വരയ്ക്കുന്ന ആളെയും കൂടെ കണ്ടപ്പോഴത്തേക്കും ഈ പിള്ളേർക്ക് രണ്ടുപേർക്കും അങ്ങ് ഭയങ്കര സന്തോഷമായി. അപ്പോഴത്തേക്കും രേഖാചിത്രം വരയ്ക്കുന്ന ആൾ ഓഫീസർ എന്ന് പറയുക, ഓഫീസർ ഞാനപ്പോൾ ഇറങ്ങുവാണേ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഇറങ്ങിയാലേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു നേരം ആവും, ഇപ്പോഴെങ്കിലും ഇറങ്ങിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പം പറയും, എടോ താൻ ഇവിടെ നിൽക്കടോ, ഈ പിള്ളേർ പറയുന്ന പടവും കൂടെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറയും, സാറേ എൻ്റെ വീട് എത്ര ദൂരെയാണെന്നറിയാമല്ലോ, ഇപ്പോഴെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ എത്താൻ ഭയങ്കര വൈകിട്ടായി പോകും എന്ന് പറയുമ്പോഴത്തേക്കും ഈ പിള്ളേരെന്ന് കൈ ചെന്ന് പിടിച്ചിട്ട് പറയുവാണ്, അങ്കിളെ പ്ലീസ് 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 അങ്കിളെ പ്ലീസ് ഒന്ന് വരച്ച അങ്കിളെ എന്ന് പറയുമ്പോഴത്തേക്കും ആ പുള്ളിക്കാരൻ ഇച്ചിരി പ്രായം ചെന്ന ആളല്ലേ, അയാളുടെ മനസ്സങ്ങ് അലിയുവാണ്. അപ്പം അയാൾ എന്താണ് രേഖാചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം ഇവർ ഈ കൊച്ചു പ്രായത്തിലുള്ള ഫോട്ടോ ശാലിനിയുടെ കയ്യിലുണ്ടല്ലോ, അതെടുത്ത് നമ്മുടെ സത്യമോളം കൊടുക്കുവാണ്. അപ്പം അത് പറഞ്ഞിട്ട് അയാൾ നോക്കുമ്പം, ഇത് സാറേ കുഞ്ഞിലത്തെ ഫോട്ടോ ആണ്, ഇത് വെച്ചിട്ട് ഇപ്പം വരയ്ക്കാൻ തുടങ്ങുകയാണെങ്കിൽ നല്ല പണിയുള്ളതാണ്, ഇപ്പോഴും തീരത്തില്ല എന്ന് പറയുന്നു. താൻ വരയ്ക്കടോ എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ വരയ്ക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നതിന് ഇവർ ഭയങ്കര ക്ഷമയോടുകൂടി എന്താണ് കാത്തിരിക്കുവാണ്. ഇവരുടെ ഈ കൗതുകം നോക്കി പോലീസുകാരനും അവരെ തന്നെ നോക്കിയിരിക്കുവാണ്. അപ്പോഴത്തേക്കും രേഖാചിത്രം ഒരുവിധമൊക്കെ ശരിയായി വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങളെ വരച്ച് തീരാറായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും എന്താണ് ഇത് ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ അടുത്ത് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിനകത്ത് വിഷ്ണു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വിഷ്ണു ചിന്തിക്കുന്നത് ശാലിനീനെ അന്ന് വിഷ്ണു കണ്ടുമുട്ടിയില്ലേ, അതായത് ശാലിനി അന്ന് അവരുടെ ആനിവേഴ്സറി ലോഞ്ചിന് വന്നപ്പോഴത്തേക്കും ശാലിനി മറഞ്ഞിരുന്നിട്ടും ശാലിനിയെ കണ്ടുമുട്ടിയില്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുകയാണ്. ശാലിനി എന്നാലും എൻ്റെ കൺമുന്നിൽ വന്നിട്ടും പോയല്ലോ എന്നുള്ള കുറിച്ചൊക്കെ ആലോചിച്ച് ശാലിനിയുടെ പിറകെ ഓടിയതിനെക്കുറിച്ച് ആലോചിച്ച ആ സങ്കടങ്ങളൊക്കെ ഇന്ന് വീണ്ടും എടുത്ത് കാണിച്ചായിരുന്നു. ശാലിനിയുടെ പിറകെ വിഷ്ണു എന്താണ് കാറിൻ്റെ പിറകെ ശാലിനി എന്ന് വിളിച്ചിട്ട് ഓടുന്നതൊക്കെ ഇന്ന് എടുത്ത് കാണിച്ചായിരുന്നു. ആ സീൻ എത്ര കണ്ടാലും എത്രയൊക്കെ പറയണമല്ലോ, സത്യമായി ആ സീൻ എത്ര കണ്ടാലും ആർക്കും മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകത്തില്ല. അത്രയ്ക്ക് എന്താണ് കാണും തോറും അതിൻ്റെ ഇഷ്ടവും അതിൻ്റെ ആ ഒരു ആഴവും അതിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു സീനാണത്. അപ്പം ആ സീൻ ഇന്ന് വീണ്ടും കാണിച്ചത് കണ്ടതിനകത്ത് എനിക്കും വളരെ സന്തോഷം തോന്നുന്നു. അപ്പം അതിനകത്ത് വിഷ്ണുവിൻ്റെ ആ ഇമോഷൻസ് വീണ്ടും വിഷ്ണു അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ എന്താണ് സത്യഭാമ വന്നിട്ട് പറയുന്നത്, എന്താണ് നീ വരുന്നില്ലേ, ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാൻ വാന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് വിഷ്ണു കേട്ട പാതിയിലല്ല, കാരണം വിഷ്ണുവിൻ്റെ മനസ്സ് മൊത്തം ശാലിനിയെക്കുറിച്ചുള്ള ചിന്തയിൽ നിൽക്കുകയാണ്. അപ്പം സത്യഭാമ പറഞ്ഞതിന് ഒരു റെസ്പോൺസും കൊടുത്തില്ല. അപ്പം സത്യഭാമ പറയുന്നുണ്ട്, ഞാൻ നിന്നോടാ ചോദിച്ചത്, നീ ഇങ്ങനെ എല്ലാം കളഞ്ഞിട്ട് എന്താണ് നിൽക്കുന്നവനെ പോലെ നിൽക്കാതെ എന്തോ പറഞ്ഞാലും ഒന്നിനും ഒരു റെസ്പോൺസ് ഇല്ല, നീ ആർക്കും വേണ്ടിയിട്ടാണ് ഈ പട്ടിണിയൊക്കെ കിടക്കുന്നത്, ഈ പട്ടിണി കിടന്ന് നീ എന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിച്ച് നിൻ്റെ നിരാഹാര സമരമൊക്കെ അവസാനിപ്പിക്കാറായില്ലേ എന്നൊക്കെ ചോദിച്ച് സത്യഭാമ സ്ഥിരം പല്ലവിക്ക് ദേഷ്യപ്പെടുകയാണ്. കാരണം സത്യഭാമ അഭിനയിക്കുന്ന കണ്ട് നമുക്ക് തോന്നും സത്യഭാമയ്ക്ക് മാത്രമേ മനസ്സുള്ളൂ, സത്യഭാമ പറയും അതെല്ലാവരും കേട്ടോണം, ബാക്കി എല്ലാവരുടെയും മനസ്സ് കൊണ്ടുവന്ന് കളഞ്ഞിട്ട് അങ്ങ് ജീവിച്ചോണം എന്നുള്ള രീതിക്കകത്താണ്. ഇതൊന്നും പറയാൻ തിരിച്ച് അമ്മയുടെ ആയതുകൊണ്ട് തിരിച്ചെടുത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ വിഷ്ണു എത്രമാത്രം പല്ല് കടിച്ച് പിടിക്കുന്നുണ്ടെന്നുള്ളതാണ് ആ സീനിൻ്റെ ടോട്ടൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം ആ ഒരു അമ്മയെ വെറുപ്പിക്കാനും പറ്റത്തില്ല, അമ്മയോട് തിരിച്ചൊരു എതിർവാക്ക് പറഞ്ഞ് ശീലവുമില്ല. കാരണം അമ്മയെ ദൈവമായി കാണുന്നു, പക്ഷേ എന്നാൽ തനിക്ക് ഒരു മനസ്സുണ്ടെന്ന് അമ്മ എന്താ മനസ്സിലാക്കാത്ത എന്നുള്ള ആ ഒരു വികാരം പുറത്ത് പ്രകടിപ്പിക്കാനും പറ്റുന്നില്ല. ആ ഒരു രണ്ടും കെട്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്നതിൻ്റെ ആ ഒരു മനോവികാരം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോഴത്തേക്കും സത്യഭാമ വീണ്ടും തുടങ്ങി, നിനക്കറിയാലോ നിൻ്റെ ഈ നിരാഹാരമൊക്കെ അവസാനിപ്പിക്കാറായി, ഇതിനൊക്കെ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ, 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അമാവാസ്യയാണ്, നിനക്ക് ശാലിനിയെ കണ്ടെത്താൻ കിട്ടിയിരിക്കുന്ന ഏറ്റവും അവസാനത്തെ 2 ടൈമാണിത്, ഇതിന് ശേഷം പിന്നെ നീ അവളെ നിന്ന് വന്നിട്ട് നടക്കാൻ പാടില്ല. ഉടനെ വിഷ്ണു പറയുന്നുണ്ട്, ഞാൻ 6 വർഷം എന്താണ് എനിക്കൊരു ഇണയും വേണം തോന്നിയിട്ടില്ല. അതിൻ്റെ കാരണം അമ്മയ്ക്കറിയോ, കാരണം എൻ്റെ മനസ്സിൽ കുത്തി വെച്ചിരിക്കും അയാളെ, അതുകൊണ്ട് എനിക്ക് ആരും കൂടെ വേണമെന്ന് തോന്നിയിട്ടില്ല. എനിക്കറിയാടാ നിൻ്റെ മനസ്സിൽ കുത്തിവെച്ച് ശില്പമല്ലേ അവൾ, ആ കുത്തി വെച്ചിരിക്കുന്ന പ്രതിഷ്ഠ കൊണ്ട് നിനക്ക് അങ്ങനെ തോന്നാത്തത്. ഇതാണ് പറയുന്നത്, ഈ വലിയ ആൾക്കാർ പറഞ്ഞിട്ട് പ്രേമം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പ്രാന്താവെന്ന് പറയുന്നത്, അത് എന്തായാലും നിനക്ക് എന്തായാലും അങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ വിഷ്ണു നീ എന്തൊക്കെ പറഞ്ഞാൽ ശരി തന്നെ, ഇനി 2 ദിവസത്തിനകം നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും നാൾ കാത്തിരുന്ന്, നീ
അത് കണ്ടുപിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ശാലിനിക്ക് വേണമെങ്കിൽ നിന്നെ തേടി വരാമെന്നല്ലോ, ഇഷ്ടമുള്ളവർ എപ്പം വേണമെങ്കിലും അവരെ തേടി വരാനുള്ളൊരു സൗകര്യമുണ്ട്, നീ തീരെ കൊച്ചൊന്നും അല്ലല്ലോ നിന്നെ തേടി വരാൻ ഇത്ര ബുദ്ധിമുട്ടാവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വിഷ്ണു പറയാം, ശാലിനി ഏത് സാഹചര്യത്തിലാണെന്ന് അതിന് നമുക്കറിയാവോ അമ്മേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യഭാമ ഇതൊന്നും കേട്ട ലക്ഷണമല്ല. സത്യഭാമയ്ക്ക് ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, ഇന്നും അത് തന്നെ. അവർ കടന്നങ്ങ് എന്താണ് അവരുടേതായ രീതിക്ക് അത് പറയുവാണ്. നിനക്ക് ഒരിറ്റ് സ്നേഹമില്ല, നിൻ്റെ കണ്ണൊക്കെ അവളെക്കുറിച്ചുള്ള സ്നേഹം കൊണ്ട് നിൻ്റെ കണ്ണൊക്കെ എന്താണെന്നറിയോ, നിൻ്റെ കണ്ണിനൊക്കെ തിമിരം ബാധിച്ചിരിക്കുവാണെന്ന് പറയുമ്പോൾ, എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല അമ്മേ, എനിക്ക് എല്ലാവരെയും കാണാം. നിനക്ക് എല്ലാവരെയും കാണാം, പക്ഷേ ആരുടെയും മനസ്സ് കാണുന്നില്ല, നീ നിന്നെ മാത്രമേ കാണുന്നുള്ളൂ, മറ്റാരുടെ മനസ്സ് നീ കാണുന്നില്ല വിഷ്ണു. അപ്പോഴത്തേക്കും വിഷ്ണുവിന് എന്താണ് നല്ല സങ്കടം വന്നിട്ട് വിഷ്ണു സത്യഭാമയുടെ കൈ പിടിച്ചിട്ട് പറയുന്നത്, അമ്മ തന്നെ ഇത് പറയണം. അത് പറയുമ്പോഴേ നമുക്കറിയാം, കാരണം അമ്മ പറഞ്ഞതാണ് ഒറ്റ വാക്ക് കർപ്പൂരത്തി അടിച്ച് സത്യം ചെയ്യിപ്പിച്ചിട്ട് ഇനി ശാലിനി ഒരിക്കലും നോക്കരുതെന്നുള്ള. അപ്പം ആ കാര്യത്തിൻ്റെ വെച്ചിട്ട് തന്നെയാണ് അമ്മ തന്നെ ഇത് പറയണമെന്ന് വിഷ്ണു പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ അമ്മയെ മനസ്സിലാക്കിയിട്ടില്ല എന്നോ, ഞാൻ എല്ലാവരെയും മനസ്സിലാക്കിയിട്ടുള്ളൂ. നിൻ്റെ കണ്ണ് നിനക്ക് മനസ്സിലാവുന്നുണ്ട്, കണ്ണിൻ്റെ പ്രകാശമുണ്ട്, പക്ഷേ അല്ല ഞങ്ങളുടെ ആരുടെയും ഉള്ളിൽ നീ കണ്ടിട്ടില്ല. നീ ആരെ കണ്ടിട്ട് ഇതാക്കുന്നത്? എന്നെയും രാഘവേട്ടനെയൊക്കെയാണ് ഇതാക്കുന്നത്. എനിക്ക് എപ്പോഴും എന്താണ് ഈ 6 വർഷത്തും കൊണ്ട് കാത്തിരിക്കുന്നുണ്ടെങ്കിലും നിൻ്റെ ജീവിതം നീ ഇങ്ങനെ ആർക്കും ഇല്ലാതാക്കി കളയുന്ന കാണുമ്പോഴൊക്കെ എനിക്ക് മനസ്സുരുകുവാടാ. കാരണം ഞാനൊരു അമ്മയാണ്. നാളെ എന്താണ് ഈ സത്യഭാമ ഇല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം എന്താകും എന്നുള്ളതിൻ്റെ ആശങ്ക എനിക്ക് എന്നും ഉണ്ട്. അതൊന്നും പറഞ്ഞാൽ നിനക്ക് ഒട്ടും മനസ്സിലാകത്തില്ല വിഷ്ണു എന്ന് പറയുന്നു. അമ്മ എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും പിന്നെ എന്താണെന്ന് അറിയോ, സത്യഭാമ പറയുന്നുണ്ട്, നീ അമ്മയെന്നൊന്നും വിളിക്കണ്ട വിഷ്ണു, മതി. എനിക്ക് നീ പറയാൻ വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. നീ പറഞ്ഞ എന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇനി 2 ദിവസം കൂടെ ഉണ്ട്. അതിൻ്റെ അകം വെച്ച് നിന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നീ കണ്ടുപിടിച്ച് അവളോട് ജീവിക്കാം. അതാണ് നിൻ്റെ മുന്നിലുള്ള അവസാന അവസരം. അതിനുശേഷം പിന്നെ ഇനി ഒരു അവസരം ഈ അമ്മ തരുത്തില്ല. പിന്നെ ഞാൻ പറയും, ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിൻ്റെ കഴുത്തിൽ നീ താലി കെട്ടി പുതിയൊരു ജീവിതം തുടങ്ങും. ഇത് സത്യഭാമയുടെ വാക്കാണ്. സത്യഭാമയുടെ വാക്കിനെ കുറിച്ച് അറിയാലോ. സത്യഭാമ ഒരു കാര്യം തീരുമാനിച്ചതാ. അത് നടന്നില്ലെങ്കിൽ സത്യഭാമ മരിച്ചതിന് തുല്യോ എന്ന് പറയുന്നു. പിന്നെ വിഷ്ണുവിന് പറയാനൊന്നുമില്ല, കാരണം അമ്മ സ്ഥിരം പല്ലവി ഇറക്കിക്കഴിഞ്ഞ്. പിന്നെ വിഷ്ണു എന്താണ് ആ ജീപ്പിന് കൈയും കൊടുത്ത് അവിടെ വീണ്ടും സങ്കടപ്പെട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പം വീണ്ടും തിരിച്ച് പോലീസ് സ്റ്റേഷൻ കാണിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് പടം വരച്ച് തീരാറായി. അപ്പം സത്യമോൾ ചോദിക്കുന്നുണ്ട്, അങ്കിളെ തീർന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. മോളെ ഒരു 2 മിനിറ്റും കൂടെ എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ഈ ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് പെൻസിൽ താഴെ വീഴും. ഉടനെ സത്യം എന്താണ് ആ പെൻസിൽ എടുത്ത് കൊടുക്കണം. പക്ഷേ സത്യ ഈ ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് എടുത്ത് കൊടുത്തുകൊണ്ടാണ്, തിരിച്ച് നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സത്യ ക്ലിയർ ആയിട്ട് കാണാമെന്ന്. സത്യയുടെ അമ്മയുടെ ഫോട്ടോ തന്നെയാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നുള്ള കാര്യം കാണാമെന്ന്. പക്ഷേ കുട്ടിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് പെൻസിൽ എടുത്ത് കൊടുത്തിട്ട് വീണ്ടും ആ ചെയറിലേക്ക് ഇരിക്കുവാണ്. അപ്പോഴത്തേക്ക് 2 മിനിറ്റ് തീരും പപ്പി. അപ്പം ഇപ്പം തന്നെ നമുക്ക് ചേച്ചിയമ്മയെ കാണാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ഈ പടം വരച്ച് എന്താണ് ആർട്ടിസ്റ്റ് പൂർത്തിയാക്കിയിട്ട്, ഇത് മോളുടെ പണ്ട് നിങ്ങൾ തന്ന ഫോട്ടോ, ആ ഒരു ഫോട്ടോ തിരിച്ചു കൊടുത്തിട്ട് പറയുന്നത്, ഇത് നിങ്ങളുടെ പ്രായത്തിനകത്ത് നിങ്ങളുടെ ചേച്ചിയമ്മ ഇരുന്ന ഫോട്ടോ. ഇതിപ്പം ഞാൻ നിങ്ങളുടെ കയ്യിൽ തരുന്നത് നിങ്ങളുടെ ചേച്ചിയമ്മ വലുതായി കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഫോട്ടോ എന്ന് വന്നിട്ട് ആർട്ടിസ്റ്റ് വരച്ച പടം കൊടുക്കുന്നതും ഈ പിള്ളേർ കൈ നീട്ടുന്നതും, അതായത് സത്യമാണ് കൈ നീട്ടുന്നത്. സത്യ ഉടനെ ആ ചെറിയ പ്രായത്തിൻ്റെ ഫോട്ടോ മേടിച്ച് സത്യയുടെ പോക്കറ്റിൽ വെച്ച്, അതിനുശേഷം ഈ വലിയ ഫോട്ടോ മേടിക്കാൻ വേണ്ടി, അതായത് ശാലിനിയുടെ പടം വരച്ചിരിക്കുന്ന ആ ഒരു സ്കെച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് കൈ നീട്ടുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രബോസിൻ്റെ എൻട്രിയാണ്. ചന്ദ്രബോസ് ആ പടം മേടിച്ചിട്ട് 6 അമ്മൂമ്മയുടെ പടമായി വരച്ചിരിക്കുന്നത്. 6 അമ്മൂമ്മയുടെ രേഖാചിത്രമെന്ന് പറഞ്ഞിട്ട് ആരായാലും ഞാൻ നോക്കിയിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും ശാലിനിയാണ്. ചന്ദ്രബോസിന് പെട്ടെന്ന് കണ്ണൊക്കെ ഞെട്ടിപ്പോയിട്ട് എന്താണ് ശാലിനിയുടെ മോള് ചന്ദ്രബോസിനെ അറിയത്തില്ല. ശാലിനിയുടെ മോക്ക് പകരം ചന്ദ്രബോസിനെ കണ്ടത് മനസ്സിലായത് നമ്മുടെ പപ്പീനെയാണ്. കാരണം പപ്പി എന്താണ് പോടാ എന്ന് പണ്ട് വിളിച്ചിട്ടുണ്ടല്ലോ, അതായത് ബോൾ എറിഞ്ഞ് പൊട്ടുമ്പോൾ മോളുടെ ബോളായിരുന്നോ, അയ്യോ പൊട്ടിപ്പോയല്ലോ എന്ന് പറഞ്ഞാൽ നീ പോടാ എന്ന് പറഞ്ഞ പണ്ടത്തെ സീനുണ്ടല്ലോ, അതായത് ചന്ദ്രബോസിൻ്റെ റീ എൻട്രിക്കകത്ത് പപ്പിയായിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീൻ അതങ്ങ് ആലോചിക്കുക. ഉടനെ ചന്ദ്രബോസിന് എന്താണ് സ്വാഭാവികം എപ്പോഴും എന്താണ് ആ മനസ്സിൻ്റെ ആ ഒരു ക്രൂരത അതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്താണ് ഈ പടത്തിനെ എന്താണ് വെച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇവരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ശാലിനിയാണ് വിഷ്ണുവിൻ്റെ ഭാര്യ എന്ന് ഇവരറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും സത്യഭാമ പറഞ്ഞ സമയത്തിനകം ഇവർക്ക് തമ്മിൽ കണ്ടുമുട്ടി വീണ്ടും രണ്ടും കൂടെ സത്യഭാമയുടെ അനുഗ്രഹം മേടിച്ച് ഒരുമിച്ച് അങ്ങ് ജീവിക്കും. അത് നടന്നാൽ പിന്നെ എന്തിനാ എൻ്റെ സുസ്മിത മോളിരുന്ന് ഇത്രയും കണക്കൊക്കെ കൂട്ടി പ്ലാൻ ചെയ്യുന്നത്? അതൊന്നും നടക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പം കൊടുക്കണം എന്നിട്ട് ആ പടം എന്താണ് ഈ പിള്ളേരുടെ മുന്നിൽ വെച്ച് തന്നെ എന്താണ് വലിച്ചു കീറി ചുരുട്ടി എന്താണ് വേസ്റ്റ് ബിന്നിലേക്ക് ഇടും. അപ്പോഴത്തേക്ക് ഈ പിള്ളേർ പറഞ്ഞു, അങ്ങളെ അതൊന്ന് കാണിക്കങ്ങളെ പ്ലീസ്, അങ്ങളെ പ്ലീസ് അങ്ങളെ അത് ചെയ്യല്ലേ എന്നൊക്കെ പിള്ളേർ പറയുന്നുണ്ട്. എവിടെ പോത്തിൻ്റെ ചെവി വേദോടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? പോത്തൊന്നും കേട്ട ഭാവം നടിക്കാതെ പോത്ത് അത് നല്ലപോലെ കീറി എന്താണ് തിരിച്ച് വേസ്റ്റ് ബിന്നിനകത്തിട്ട്. അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ടോട്ടൽ അപ്ഡേറ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, പിന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യൂ. താങ്ക്